എഴത്തൂർ മുംബൈയിൽ ഇനി പ്രധാനമായിട്ട് സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ അലീന കൂടാതെ സ്റ്റാലിൻ ബന്ധം അച്ഛൻ മകളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പോകുന്നൊരു കാഴ്ച. ബാലചന്ദ്രൻ സ്റ്റാലിൻ്റെ കൈകളിൽ അലീനയെ ഏൽപ്പിക്കാൻ ഒരുങ്ങുന്നൊരു കാഴ്ച നമ്മൾ പ്രേക്ഷകർക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ രോഹിത് കൂടാതെ രേവതിക്കുട്ടി ഒരു നല്ല ക്യൂട്ട് കോംബോ, അവരുടെ ചെറിയ പിണക്കങ്ങൾ അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ വൈജയുടെ നാശം, വാശി പിടിച്ചതിന് അടപടലം വൈജ പൊട്ടിപ്പോകുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. സ്വയം പഴിക്കുന്നു. അവർ പറഞ്ഞപ്പോൾ അത് കേട്ടാൽ മതിയായിരുന്നു എന്നൊരു തോന്നൽ നമ്മുടെ വൈജയന്തിക്ക് വരുന്നു എന്ന് വേണം കാണാനായിട്ട് സാധിക്കാൻ. ആവശ്യമില്ലാതെ താൻ എടുത്തു ചാടി ഓരോന്ന് ചെയ്തതിൻ്റെ കുറ്റബോധത്തിലാകുന്ന വൈജയെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.